ഏവർക്കും ആര്യാസ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആര്യ. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കുക്കിംഗ് വ്ലോഗാണ് ചെയ്യുന്നത്. ഇന്നത്തെ പുതിയ റെസിപ്പി എന്ന് വെച്ചാൽ ഒനിയൻ റിങ്സ് ആണ്. ഇപ്പോൾ ഇത് ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒനിയൻ റിങ്സ് ആണ്. അപ്പോൾ നമുക്ക് ഈ കുറച്ച് ചേരുവകൾ വെച്ചിട്ട് എങ്ങനെ ഒനിയൻ റിങ്സ് ഉണ്ടാക്കാം, ഈ ചായ നമ്മൾ തിളയ്ക്കുന്ന ആ ഒരു ടൈമിൽ നമുക്ക് എങ്ങനെ ഒരു സ്നാക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ഒനിയൻ റിങ്സിൻ്റെ റെസിപ്പി എന്ന് വെച്ചാൽ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒനിയൻ റിങ്സ് ഉണ്ടാക്കുന്നത്. അല്ലാതെ വേറെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പം സിമ്പിളായിട്ട് എങ്ങനെ ഒനിയൻ റിങ്സ് ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഒനിയൻ റിങ്സിന് 4 ഒനിയനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കൂടുതൽ എടുക്കാം, അല്ലെങ്കിൽ കുറവായിട്ട് എടുക്കാം. അപ്പോൾ ഇത്തിരി കൂടുതൽ മെമ്പേഴ്സ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഒനിയൻ 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് അല്ലെങ്കിൽ റസ്ക് ക്രംസ് ആണ്. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് റസ്ക് ക്രംസ് ആണ്. നിങ്ങൾക്ക് ബ്രെഡോ അല്ലെങ്കിൽ റസ്കോ ഏത് വേണമെങ്കിലും പൊടിച്ചെടുക്കാവുന്നതാണ്, അത് ഓപ്ഷണലാണ്. അടുത്തത് മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മുളക് പൊടി ആവശ്യത്തിന് നമുക്ക് ആ ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ മുളക് പൊടി യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് കോൺഫ്ലവർ ഞാൻ എടുത്തിട്ടുണ്ട്. ആ ഒരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവർ ഇവിടെ യൂസ് ചെയ്യുന്നത്. അടുത്ത നമുക്ക് ഇവിടെ ഉള്ളത് മൈദയാണ്, ഓൾ പർപ്പസ് ഫ്ലോർ. അത് ഉള്ളിക്ക് അനുസരിച്ചിട്ടാണ് വരിക. അത് നമ്മൾ എത്രയാണോ ഉള്ളി എടുക്കുന്നത് അതിനനുസരിച്ച് ആ ഒരു കോട്ടിങ് ഒക്കെ ചേർക്കണ്ടേ, അതുകൊണ്ട് നമ്മൾ അത്രയ്ക്ക് ഉള്ളി എടുക്കുക. നമ്മളിപ്പോൾ ഒരു കപ്പില്ല, എന്നാൽ ഒരു കപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. അടുത്ത നമുക്ക് വേണ്ടത് ടേമറിക് ആണ്. അത് ഇത്തിരി മാത്രം മതി. ഇപ്പം ഞാൻ വെറുതെ ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ബൗളിലെടുത്ത് കാണിച്ചാണ് കേട്ടോ. അടുത്തത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. അത് ഞാൻ അധികം ഉടച്ചിട്ടില്ല, പക്ഷെ ഈ ഒരു ഇതായിരിക്കണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ചൊക്കെ മതി. അടുത്ത നമുക്ക് വേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് ഉപ്പാണ്. അത് നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ച് അപ്പം ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഒനിയൻ റിങ്സിന് 4 ഒനിയനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കൂടുതൽ എടുക്കാം, അല്ലെങ്കിൽ കുറവായിട്ട് എടുക്കാം. അപ്പോൾ ഇത്തിരി കൂടുതൽ മെമ്പേഴ്സ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഒനിയൻ 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് അല്ലെങ്കിൽ റസ്ക് ക്രംസ് ആണ്. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് റസ്ക് ക്രംസ് ആണ്. നിങ്ങൾക്ക് ബ്രെഡോ അല്ലെങ്കിൽ റസ്കോ ഏത് വേണമെങ്കിലും പൊടിച്ചെടുക്കാവുന്നതാണ്, അത് ഓപ്ഷണലാണ്. അടുത്തത് മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മുളക് പൊടി ആവശ്യത്തിന് നമുക്ക് ആ ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ മുളക് പൊടി യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് കോൺഫ്ലവർ ഞാൻ എടുത്തിട്ടുണ്ട്. ആ ഒരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവർ ഇവിടെ യൂസ് ചെയ്യുന്നത്. അടുത്ത നമുക്ക് ഇവിടെ ഉള്ളത് മൈദയാണ്, ഓൾ പർപ്പസ് ഫ്ലോർ. അത് ഉള്ളിക്ക് അനുസരിച്ചിട്ടാണ് വരിക. അത് നമ്മൾ എത്രയാണോ ഉള്ളി എടുക്കുന്നത് അതിനനുസരിച്ച് ആ ഒരു കോട്ടിങ് ഒക്കെ ചേർക്കണ്ടേ, അതുകൊണ്ട് നമ്മൾ അത്രയ്ക്ക് ഉള്ളി എടുക്കുക. നമ്മളിപ്പോൾ ഒരു കപ്പില്ല, എന്നാൽ ഒരു കപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. അടുത്ത നമുക്ക് വേണ്ടത് ടേമറിക് ആണ്. അത് ഇത്തിരി മാത്രം മതി. ഇപ്പം ഞാൻ വെറുതെ ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ബൗളിലെടുത്ത് കാണിച്ചാണ് കേട്ടോ. അടുത്തത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. അത് ഞാൻ അധികം ഉടച്ചിട്ടില്ല, പക്ഷെ ഈ ഒരു ഇതായിരിക്കണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ചൊക്കെ മതി. അടുത്ത നമുക്ക് വേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് ഉപ്പാണ്. അത് നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇപ്പോൾ ഒരു 1/4 ഇഞ്ച് വലുപ്പത്തിലാണ് നമ്മൾ ഇവിടെ ഉള്ളി കട്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് നമ്മളിങ്ങനെ റിങ്സ് എടുക്കുകയാണ് ചെയ്യുക. ഇവിടെ ചെറുതായിട്ട് ആ ഒരു കഷ്ണം ഇങ്ങനെ മുറിഞ്ഞു പോയിട്ടുണ്ട്, പക്ഷെ അത് നമുക്ക് എടുക്കണ്ടെന്ന് വെച്ചാൽ മതി, ബാക്കിയുള്ള എടുക്കാം. അങ്ങനെ നമ്മുടെ ഉള്ളിയിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് നമ്മളിങ്ങനെ റിങ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ നമ്മൾ കുറച്ച് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മാവ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗള്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒരു കപ്പ് മൈദയാണ് ഇവിടെ ഇടാൻ പോകുന്നത്. അടുത്തത് കോൺഫ്ലവർ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഉള്ളിക്ക് അനുസരിച്ച് മാറ്റാം, എത്ര ഉള്ളി എടുക്കുന്നോ അതിനനുസരിച്ച് മാറ്റാവുന്നതാണ്. അടുത്ത് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മാത്രം. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്.
അതൊരു കളറിന് വേണ്ടിയിട്ട്, നമ്മൾ കളറിനും ഒരു ചെറിയൊരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ മുളക് പൊടി യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇവിടെ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അതിന് ശേഷം ഇത്തിരി ഉപ്പ്, ഒരു ടേസ്റ്റ് വേണ്ടിയിട്ട് നമ്മൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമുക്ക് അറ്റ് ലാസ്റ്റ് മിക്സ് ചെയ്ത് കിട്ടേണ്ടത്. എന്നാലേ നമുക്ക് നല്ലോണം ഒന്ന് പൊരിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനൊരു അയണിൻ്റെ ചട്ടിയിലാണ് ഇവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ എണ്ണയൊക്കെ ചൂടാക്കാൻ വെച്ച് ഇനി നമ്മൾ ഒനിയൻ റിങ്സ് ആ ബാറ്ററിലിട്ടൊന്ന് മുക്കാൻ പോവാണ്. നല്ല വേണം ഒന്ന് കോട്ടാവണം ഉള്ളിൽ. അതിന് ശേഷം നമ്മളിവിടെ റസ്ക് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡല്ല, റസ്ക്. ഞാൻ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അതിൻ്റെ അകത്ത് നല്ലവണ്ണം ആ ഒരു ക്രിസ്പിനെസ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രെഡ് ക്രംസ്, റസ്ക് ക്രംസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു പാത്രത്തിൽ എടുത്തു വെക്കാം. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ഈ ബാറ്ററിലൊക്കെ നമ്മളിതാ ഓനിയൻ റിങ്സ് മുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. നമ്മുടെ ആദ്യത്തെ ഓനിയൻ റിങ്സ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഞാനിതിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടത്, അല്ലെങ്കിൽ നമുക്ക് കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടത്. ഒരു ഗോൾഡൻ കളറായിട്ട് നമുക്ക് കിട്ടും. ഗോൾഡൻ കളറിൽ അങ്ങനെ നമ്മളിതാ ഇവിടെ ഓനിയൻ റിങ്സ് പൊരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഒനിയൻ റിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ക്രിസ്പിനെസ്സും എല്ലാം വന്നിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പ്. ഭയങ്കര ക്രഞ്ചിയാണ് കേട്ടോ, ഭയങ്കരമായിട്ട് ക്രഞ്ചിയാണ്. നിങ്ങൾക്ക് സൗണ്ട് ചെയ്യുന്നുണ്ടാവില്ല. സോസിലൊക്കെ ഇങ്ങനെ മുക്കി തിന്നത് ഭയങ്കര ടേസ്റ്റാണ്. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം അതിൻ്റെ ഇതുപോലെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾ എന്താ കാര്യമാക്കില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും ഇടാം. അപ്പോൾ സൈനിങ് ഓഫ് ഫ്രം മീ, ആര്യ.